Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഈ സെക്ഷനിൽ കാണാൻ പോകുന്നത് NTA UGC Net Psychologyയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് അഹെഡ്. ആദ്യം തന്നെ എന്ന് പറയുന്നത് the tendency to believe that a task will take less time than it really will is known as magical thinking, planning fallacy, optimistic bias, fundamental attribution error. ഒരു ടാസ്ക് അത് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമേ എടുക്കൂ എന്നുള്ള വിശ്വാസത്തിനെ അല്ലെങ്കിൽ എന്നുള്ള ബിലീഫിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? ആ ഫിനോമിന എന്താണ്? അല്ലെങ്കിൽ ആ ടെൻഡൻസി എന്താണ്? മാജിക്കൽ തിങ്കിങ് ആണോ? പ്ലാനിങ് ഫാലസി ആണോ? ഒപ്റ്റിമിസ്റ്റിക് ബയസ് ആണോ? ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ ആണോ? എന്താണ് ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? പ്ലാനിങ് ഫാലസി ആണ്. പ്ലാനിങ് ഫാലസി ഡിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ടെൻഡൻസി ആണ് ടു അണ്ടർ എസ്റ്റിമേറ്റ് ദ amount ഓഫ് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കംപ്ലീറ്റ് എ ടാസ്ക്. ഒരു ടാസ്ക് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി ഒരു പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 4 ദിവസം എടുക്കും എന്നുള്ളത് സെഡ് ആണ് എന്ന് വിചാരിച്ചോളൂ. പക്ഷെ വി ബിലീവ് ദാറ്റ് ഇല്ല, കുഴപ്പമില്ല, 2 ദിവസത്തിൽ ഞാൻ തീർക്കും, ഇങ്ങനെ വിശ്വസിക്കാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ പ്ലാനിങ് ഫാലസി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആ ടാസ്കിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്ക്സും ആസ് വെൽ ആസ് കോസ്റ്റും ഒക്കെ കോൺട്രഡിക്ട് ചെയ്താൽ പോലും വി ബിലീവ് ദിസ്. ഈ ടെൻഡൻസിനെയാണ് പ്ലാനിങ് ഫാലസി എന്ന് പറയുന്നത്. ഈ ഫിനോമിനൻ സംടൈംസ് ഒക്കർ ചെയ്യും റിഗാർഡ്ലെസ് ഓഫ് ഇൻഡിവിജ്വൽസ് നോളജ്. ഈ പാസ്റ്റ്, അതായത് പ്രാക്ടിക്കൽസ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, പ്രാക്ടിക്കൽസ് 4-5 ദിവസം എടുക്കും എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ എന്നുള്ളൊരു അറിവുണ്ടെങ്കിൽ പോലും ദ ടെൻഡൻസി ടു ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ലെസർ ടൈം, അതിനെയാണ് പ്ലാനിങ് ഫാലസി എന്ന് പറയുന്നത്. ഈ ബയസ് എപ്പോഴും എന്ത് ചെയ്യും? This affects our predictions only about one's own task. സ്വന്തം ടാസ്കിനെ പറ്റിയുള്ള പ്രഡിക്ഷൻസിനെ മാത്രമേ ഈ ബയസ് എഫക്ട് ചെയ്യാറുള്ളൂ. എന്താണ് ഈ ബയസ് എന്ന് നമ്മൾ പറയുന്നത്? പ്ലാനിങ് ഫാലസി. എന്താണ് പ്ലാനിങ് ഫാലസി? The tendency to believe that a task will take less time than it really will. ഇതിനെയാണ് പ്ലാനിങ് ഫാലസി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് which of the following are the correct differences between Parkinson's disease and Huntington disease? ഹണ്ടിങ്ടൺ ഡിസീസും പാർക്കിൻസൺ ഡിസീസും തമ്മിലുള്ള ഡിഫറൻസസിൽ ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ ഫോർ ദാറ്റ് വി നീഡ് ടു ഫസ്റ്റ് നോ എന്താണ് പാർക്കിൻസൺ ഡിസീസ്, എന്താണ് ഹണ്ടിങ്ടൺ ഡിസീസ്. ഫസ്റ്റ് ദി ഓപ്ഷൻസ് ആർ പാർക്കിൻസൺ ഡിസീസ് is a disorder of middle and old age while Huntington disease is a disorder of young. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. Parkinson's disease is a movement disorder while Huntington disease is an emotional disorder. അടുത്തത് unlike Parkinson's disease, Huntington disease has a strong genetic base. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ എന്ന് പറയുന്നത് Parkinson's disease is not associated with severe dementia while Huntington disease is. ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്താണ് ക്വസ്റ്റ്യൻ തന്നെ എന്ന് പറയുന്നത്? കറക്റ്റ് ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്ലീസ് കെയർഫുള്ളി റീഡ് ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാർക്കിൻസൺ ഡിസീസ് ഒരു മൂവ്മെന്റ് ഡിസോർഡർ ആണ്, വൈൽ ഹണ്ടിങ്ടൺ ഡിസീസ് ഒരു ഇമോഷണൽ ഡിസോർഡർ ആണ്. അതാണ് കറക്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പാർക്കിൻസൺ ഡിസീസ് ആൻഡ് ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പാർക്കിൻസൺ ഡിസീസ് ആൻഡ് ഹണ്ടിങ്ടൺ ഡിസീസ് രണ്ടും ന്യൂറോ ഡിജനറേറ്റീവ് കണ്ടീഷൻസ് ആണ്. ഇത് രണ്ടും ഇൻവോൾവ് ചെയ്യുന്ന ബേസൽ ഗാംഗ്ലിയ ആണ് നമ്മുടെ ബ്രെയിനിന്റെ. ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് പറയുന്നത് ജനറ്റിക് ആണ് ആൻഡ് ഒരു മ്യൂട്ടേറ്റഡ് ജീൻ കാരണമാണ് യൂഷ്വലി സംഭവിക്കുന്നത്. ആൻഡ് ദിസ് മ്യൂട്ടേറ്റഡ് ജീൻ is inherited from a parent. In contrast, a variety of genetic and environmental factors ആണ് പാർക്കിൻസൺ ഡിസീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ട് കണ്ടീഷനും ഇൻവോൾവ് ചെയ്യുന്നത് ഇൻവോളണ്ടറി ആയിട്ടുള്ള മോട്ടോർ സിംറ്റംസുമാണ്. പാർക്കിൻസൺ ഡിസീസിൽ ആൾക്കാർക്ക് ചിലപ്പോൾ റിജിഡിറ്റി വരാം, സ്ലോഡ് മൂവ്മെന്റ്സ് വരാം. പക്ഷെ ഹണ്ടിങ്ടൺ ഡിസീസിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസും വരാം. രണ്ട് ഡിസീസിനും ക്യൂർ ഇല്ല ആൻഡ് ട്രീറ്റ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന പ്രൈമറിലി ഈ സിംറ്റംസ് മാനേജ് ചെയ്യാനാണ് ആൻഡ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുക. അതായത് ഇതിന്റെ കൂടെ തന്നെ വരുന്ന മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓവറോൾ ഈ രണ്ടെണ്ണത്തിനും ഒരു ക്യൂർ ഇല്ല ബിക്കോസ് ദേ ആർ ന്യൂറോ ഡിജനറേറ്റീവ് കണ്ടീഷൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മെമ്മറി ദാറ്റ് ഇസ് തോട്ട് ടു കണ്ടെയ്ൻ നോളജ്, ഫാക്ട്സ്, ഇൻഫർമേഷൻ, ideas that can be recalled or described in words, pictures or symbols is called procedural memory ആണോ, എപ്പിസോഡിക് മെമ്മറി ആണോ, സെമാന്റിക് മെമ്മറി ആണോ, ഡിക്ലറേറ്റീവ് മെമ്മറി ആണോ? ചോദ്യം ഇതാണ്. നമ്മുടെ മെമ്മറി ഓർ എ ടൈപ്പ് ഓഫ് മെമ്മറി ദാറ്റ് കണ്ടെയ്ൻസ് നോളജ് ആവാം, ഫാക്ട്സ്, സർട്ടൻ ഇൻഫർമേഷൻ അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ്, ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്രൊസീജറൽ മെമ്മറി എന്നാണോ, എപ്പിസോഡിക് മെമ്മറി എന്നാണോ, സെമാന്റിക് മെമ്മറി ഓർ ഡിക്ലറേറ്റീവ് മെമ്മറി? ഇവിടെ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു നോ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി. ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് മെമ്മറി ആണ്.
ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി ഇസ് വൺ ഓഫ് ദ ടു കാറ്റഗറീസ് ഓഫ് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയുടെ ഒരു കാറ്റഗറിയാണ് ഈ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ദി അതർ വൺ ഇസ് പ്രൊസീജറൽ മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് റീകളക്ഷൻ ആണ് ചില ഇവന്റ്സിന്റെ, ചില എക്സ്പീരിയൻസസിന്റെ, നമ്മൾ എവറിഡേ ലിവിംഗിൽ യൂസ് ചെയ്യുന്ന ചില ഇൻഫർമേഷന്റെ. ഇതാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഡിക്ലറേറ്റീവ് മെമ്മറി ഫാക്ട്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, കോൺഷ്യസ്ലി നോൺ ആയിട്ടുള്ള ഫാക്ട്സും. ആൻഡ് ഇത് വീണ്ടും സെപ്പറേറ്റഡ് ആണ് ഇൻടു സെമാന്റിക് ആൻഡ് എപ്പിസോഡിക് മെമ്മറി. സോ ഇവിടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് മെമ്മറി ആണ്. ഡിക്ലറേറ്റീവ് മെമ്മറി ഫാക്ട്സ് ഓർ മെമ്മറീസ് ആണ് പാസ്റ്റ് ഇവന്റ്സിന്റെ, ആൻഡ് ഇതിനെ ഡിക്ലെയർ ചെയ്യാം റാദർ ദാൻ ബീങ് പെർഫോംഡ്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ലൈഫ് ഇവന്റ് ആവാം, ഇന്നലെ ആരുടെ കൂടെയാണ് ഡേറ്റിന് പോയത്, അല്ലെങ്കിൽ യുവർ മദേഴ്സ് ബർത്ത്ഡേ എന്നാണ്. ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഒക്കെയാണ് ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ ഉണ്ടാവുന്നത്. പിന്നെ വരുന്നത് യങ് അഡൾട്ട്സ് ഹു റിട്ടേൺ ആഫ്റ്റർ ലീവിംഗ് ഹോം ഫോർ സം പീരിയഡ് ടു ലിവ് ഇൻ ദെയർ മിഡിൽ ഏജ് പാരന്റ്സ് ഹോം ആർ നോൺ ആസ്. നമ്മുടെ വീട് വിട്ടു പോയ യങ് അഡൾട്ട്സ് കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ തന്നെ താമസിക്കാൻ വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? സാൻഡ്വിച്ച് ചിൽഡ്രൻ, ബെനവലന്റ് ചിൽഡ്രൻ, ബൂമറാങ് ചിൽഡ്രൻ, കംപ്ലയന്റ് ചിൽഡ്രൻ. ഇതിൽ ഏതാണ് റൈറ്റ് ഓപ്ഷൻ? ഇവിടെ ബൂമറാങ് ചിൽഡ്രൻ എന്നുള്ള ടേം ആണ് റൈറ്റ് ഓപ്ഷൻ. ബൂമറാങ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വിട്ടാൽ തിരിച്ചു വരുന്ന സാധനമാണ് ബൂമറാങ് എന്ന് പറയുന്നത്. നമ്മൾ ബീച്ചിലൊക്കെ കളിക്കുന്ന കണ്ടു കാണും ഇൻ മൂവീസ് ആൻഡ് ഓൾ. സോ അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് പ്രോബ്ലി വെയർ ദിസ് ടേം കംസ് ഫ്രം. ബൂമറാങ് ചിൽഡ്രൻ എന്ന് പറയുന്ന യങ് അഡൾട്ട്സ് ആണ് ഹു മൂവ് ഇൻ വിത്ത് ദെയർ പേരൻസ്. ഇൻഡിപെൻഡന്റ്ലി താമസിച്ചു കഴിഞ്ഞാൽ ദേ മൂവ് ഇൻ ബാക്ക് വിത്ത് ദെയർ പേരൻസ്. ഓഫൻ ഈ ബൂമറാങ് ചിൽഡ്രൻ റിട്ടേൺ ടു ദെയർ പേരൻസ് ബിക്കോസ് ഓഫ് എക്കണോമിക് റീസൺസ്. ഒരു ജോലി പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ശമ്പളം കുറവായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കാരണമായിരിക്കാം, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ഒക്കെ ഈ ബൂമറാങ് ചിൽഡ്രൻ ക്യാൻ കം ബാക്ക് ടു ദെയർ പേരൻസ്. ഫാമിലി സർക്കംസ്റ്റാൻസസ് ലൈക്ക് ഡിവോഴ്സും ചിലപ്പോൾ ബൂമറാങ് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയേക്കാം. So, young adults who return after leaving home for some period to live in their middle-aged parents' home, അവരെ വിളിക്കുന്നതാണ് boomerang children. Now, ഈ ബൂമറാങ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സ്ലാങ് ടേം ആണ്. അതാണ് അവിടെ അമേരിക്കയിൽ ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ അഡൾട്ട്സിന് വേണ്ടിയതാണ്. ഫ്രീക്വന്റ്ലി ഇത് പ്രസ്സിലാണ് യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദിസ് ഇസ് അപ്ലൈഡ് ടു ഇൻഡിവിജ്വൽസ് ബൈ ടു ഡിസ്ക്രൈബ് ഒരു ജനറേഷണൽ ഷിഫ്റ്റ്. ഒരു ജനറേഷണൽ ഷിഫ്റ്റ് ഉണ്ടല്ലോ, പണ്ട് ആലോചിക്കാമോ ദാറ്റ് യു ഗോ, യു ഏൺ എ ജോബ് ആൻഡ് യു കം ബാക്ക് ആൻഡ് സ്റ്റേ ഇൻ യുവർ പേരൻസ് ഹൗസ് എന്നുള്ളത് ആലോചിക്കാൻ കൂടെ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ ടേം പറയുന്നത് തന്നെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ജനറേഷണൽ ഷിഫ്റ്റ് കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ഇൻഡിവിജ്വലിനെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബൂമറാങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇസ് സംബഡി ഹു കംസ് ബാക്ക് ഹോം ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺസ്. ചിലപ്പോൾ ജോബ് പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള കോസ്റ്റ് കാരണമായിരിക്കാം, എന്നൊക്കെ ഉള്ളത് കൊണ്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ ബൂമറാങ് അല്ലെങ്കിൽ ബൂമറാങ് ചൈൽഡ്, ബൂമറാങ് അഡൾട്ട് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം പീപ്പിൾ ആർ ഏബിൾ ടു ഡ്രോ ആൻ ഒബ്ജെക്ട്, മാച്ച് സിമിലർ ഒബ്ജെക്ട്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ കോമ്പണന്റ് പാർട്സ്, but they fail to recognize the objects that had just seen or drawn. Which of the following describes this phenomena? ചില ആൾക്കാർ ചില ഒബ്ജക്ട് ഡ്രോ ചെയ്യാൻ പറ്റും, സിമിലർ ഒബ്ജക്ട്സ് മാച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒബ്ജക്ട് റെക്കഗ്നൈസ് ചെയ്യാൻ അവര് മടിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും. ഈ ഫിനോമിനനെ എന്താണ് വിളിക്കുന്നത്? അസോസിയേറ്റീവ് അഗ്നോസിയ, അപ്പർസെപ്റ്റീവ് അഗ്നോസിയ, വിഷ്വൽ നെഗ്ലെക്ട്, ഫോം അഗ്നോസിയ. ഇതിൽ ഏതാണ് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഇവിടെ അസോസിയേറ്റീവ് അഗ്നോസിയ എന്നാണ് പറയുന്നത്. അസോസിയേറ്റീവ് അല്ലെങ്കിൽ വിഷ്വൽ അഗ്നോസിയ എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടി ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് വാട്ട് ദേ സീയിങ്, കാണുന്ന കാര്യത്തിന്റെ തന്നെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് അഗ്നോസിയ എന്ന് പറയുന്നത്. അവർക്കത് ഡ്രോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റും, പക്ഷെ ദേ ഡോണ്ട് നോ വാട്ട് ദേ ഹാവ് ഡ്രോൺ, എന്താണ് വരച്ചത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. കറക്റ്റ്ലി പെർസീവ് ചെയ്യാൻ പറ്റും ഫോമിനെ ആൻഡ് നോ ദി ഒബ്ജെക്ട് വെൻ ടെസ്റ്റഡ് വിത്ത് വെർബൽ ഓർ ടാക്ടൈൽ ഇൻഫർമേഷൻ, പക്ഷെ ഒബ്ജെക്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ബോൾ കാണിച്ചാൽ അത് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താ ഫോം ഇതാണ് എന്ന് മനസ്സിലാവും, പക്ഷെ എന്താണത്, ഇസ് ദാറ്റ് എ ബോൾ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് അസോസിയേറ്റീവ് അഗ്നോസിയ എന്ന് നമ്മൾ പറയുന്നത്. They are unable to link the fully perceived visual stimulus to prior experience. ഈ കണ്ട കാര്യത്തിനെ തന്നെ ഫുള്ളി പണ്ട് നമ്മൾ പെർസീവ് ചെയ്ത ഒരു വിഷ്വൽ സ്റ്റിമുലസുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഈ അസോസിയേറ്റീവ് വിഷ്വൽ അഗ്നോസിയ എന്ന് പറയുന്നത് യൂഷ്വലി അസോസിയേറ്റഡ് ആണ് വിത്ത് ഡാമേജ് ടു ദ ബൈലാറ്ററൽ ഇൻഫീരിയർ ഓസിപിറ്റോ ടെമ്പറൽ കോർട്ടെക്സ്. ഇവിടെ അസോസിയേറ്റീവ് വിഷ്വൽ അഗ്നോസിയ എന്തുമായിട്ടാണ് അസോസിയേറ്റഡ്? നമ്മുടെ ബൈലാറ്ററൽ ഇൻഫീരിയർ ഓസിപിറ്റോ ടെമ്പറൽ കോർട്ടെക്സിലുള്ള ഡാമേജുമായിട്ടാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. സോ ദേ കൻ ഡ്രോ ദി ഒബ്ജെക്ട്, ദേ കൻ കോപ്പി ദി ഒബ്ജെക്ട്, ദേ കൻ അണ്ടർസ്റ്റാൻഡ് ദ ഫോം, പക്ഷെ എന്താണ് സാധനം എന്ന് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് വിഷ്വൽ അഗ്നോസിയ എന്ന് നമ്മൾ പറയുന്നത്.
അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സെക്ഷനിലെ ക്വസ്റ്റ്യൻസിലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു സോ മച്ച്.